നമസ്കാരം. നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ മാസം 17-ാം തീയതി ബുധനാഴ്ച, ഉത്രം നക്ഷത്രം. ഉത്രം നക്ഷത്രത്തിന് വരുന്ന ഒരു വർഷം എങ്ങനെയായിരിക്കും എന്ന് ശ്രദ്ധിക്കാം. തരക്കേടില്ലാത്തൊരു വർഷം എന്നേ പറയാൻ കഴിയൂ. കുറച്ച് പണച്ചെലവൊക്കെ വരുന്ന ഒരു വർഷമായിരിക്കും. ജോലി അന്വേഷിക്കുന്നവർക്ക് അല്പം ഒരു കാര്യതടസ്സം വരാം. എന്നാലും വർഷത്തിൻ്റെ അവസാനം നേട്ടങ്ങൾ കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക. അല്പം അലസതയൊക്കെ കാണുന്നു എന്നുള്ളതുകൊണ്ട് വിനോദം കഴിയുന്നതും കുറയ്ക്കുക. തീർച്ചയായിട്ടും ഉയർച്ച വന്നു ചേരും. ഇനി രാശിഫലം. ആദ്യമായി മേടം രാശി, അശ്വതി ഭരണി ഒന്നുകൂടെ. ഇനി രാശിഫലം. ആദ്യമായി മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം. സാമ്പത്തികമായി ചെറിയ നേട്ടങ്ങൾ എന്ന് പ്രതീക്ഷിക്കാം. എന്നാലും അധിക പണച്ചെലവ് കാണുന്നുണ്ട്. വാഹനത്തിനോ ഗൃഹത്തിനോ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ വരാനുള്ള സാധ്യത ഏറെയാണ്. രാത്രി യാത്ര കഴിയുന്നതും കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇടവം രാശി, കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യത്തെ പകുതി ഭാഗം. വിവാഹകാര്യങ്ങൾക്ക് തരക്കേടില്ല എന്നേ പറയാൻ കഴിയുള്ളൂ. അല്പം ഒരു കാര്യതടസ്സം കാണുന്നുണ്ട്. മിഥുനം രാശി, മകയിരം അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. ദൂരയാത്രയ്ക്കുള്ള സാധ്യത, യാത്ര കൊണ്ട് നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള ഭാഗ്യം, ചെറിയ കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് ലാഭത്തിനുള്ള യോഗം, ഇവയൊക്കെ ഇന്ന് ഗ്രഹസൂചനയിലുണ്ട്. കർക്കിടകം രാശി, പുണർന്ന അവസാനത്തെ കാൽഭാഗം, പൂയം ആയില്യം. ഹൈ കോൺടാക്ട്സ് കൊണ്ട് നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണ്. മീഡിയയിൽ പ്രവർത്തിക്കുന്നവർക്ക് റെക്കഗ്നിഷൻ, അതായത് അവാർഡ്, അംഗീകാരം ഇവയൊക്കെ ലഭിക്കുവാനും പുതിയ അവസരങ്ങൾ ലഭിക്കുവാനുമുള്ള ഭാഗ്യമുണ്ട്. ചിങ്ങം രാശി, മകം പൂരം ഉത്രമാദ്യത്തെ കാൽഭാഗം. യാത്ര കൊണ്ട് നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണ്. എന്നാലും അധിക പണച്ചെലവ് കാണുന്നുണ്ട്. വസ്തു വിൽക്കുക, വാങ്ങുക, ഇതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാനായിട്ട്. ലീഗലായിട്ടുള്ള നിയമപരമായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് വരുവാൻ സാധ്യതയേറെയുള്ള ദിവസമാണ് എന്നുള്ള കാര്യവും പ്രത്യേകിച്ചറിയാം. കന്നിരാശി, ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. പഠനകാര്യങ്ങളിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ വിനോദം കഴിയുന്നതും കുറയ്ക്കുക എന്നുള്ളതാണ്. കൂട്ടുകെട്ടും കഴിയുന്നതും കുറയ്ക്കുക. സ്കൂളിലും കോളേജിലുമൊക്കെ അല്പം ഒരു അഭിപ്രായ വ്യത്യാസമോ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസോ ഒക്കെ വരാനുള്ള സാധ്യത ഏറെയാണ്. തുലാം രാശി, ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖമാദ്യത്തെ മുക്കാൽ ഭാഗം. അധിക പണച്ചെലവ് കാണുന്നുണ്ട്. ആഡംബരങ്ങൾക്ക് വേണ്ടി പണം ചെലവാക്കുന്ന ഒരു ദിവസമാണ്. പൊതുവെ ബിസിനസ്സിലുമൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് ലാഭം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. വിദേശത്ത് നിന്ന് അനുകൂലമായിട്ടുള്ള വാർത്ത കേൾക്കാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. വൃശ്ചികം രാശി, വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം തൃക്കേട്ട. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കുവാൻ കഴിയുന്ന ഒരു ദിവസമാണ്. ചെറിയൊരു ജോലി സാധ്യതയും ഇന്ന് കാണുന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. ധനുരാശി, മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. അധികാര സ്ഥാനത്തിരിക്കുന്നവർക്ക് വൈകാരികമായി പ്രയാസങ്ങൾ വരുവാനുള്ള സാധ്യതയും ആരോപണങ്ങളൊക്കെ കേൾക്കുവാനുള്ള ഒരു സാധ്യതയും ഏറെയുള്ള ദിവസമാണ് എന്നുള്ളതുകൊണ്ട് ജോലിക്കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. മകരം രാശി, ഉത്രാട അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. കാര്യങ്ങൾക്ക് അല്പം ഒരു തടസ്സം, അല്പം ഒരു മനക്ലേശം, ആരോഗ്യപരമായി ഈ ആർത്രൈറ്റിസ് ഒക്കെ ഉള്ളവർക്ക് ചെറിയ പ്രോബ്ലംസ് ഒക്കെ വരുവാനുള്ള സാധ്യത ഇന്ന് ഏറെയാണ്. അതുകൊണ്ട് തന്നെ യാത്ര കഴിയുന്നതും കുറയ്ക്കുക. പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാൻ പറ്റിയൊരു ദിവസമല്ല എന്നും അറിയാം. കുംഭം രാശി, അവിട്ടം അവസാനത്തെ പകുതി ഭാഗം, ചതയം പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം.
പ്രതീക്ഷിക്കാത്ത സമയത്ത് അല്പം ലാഭമൊക്കെ വന്നു ചേരാനുള്ള യോഗമുണ്ട്. ചെറിയ ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക്, എന്നാൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ബിസിനസ് നടത്തുന്നവർക്ക് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. മീനം രാശി, പൂരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. ആരോഗ്യകാര്യങ്ങളിലൊന്ന് ശ്രദ്ധിച്ചോളൂ. ദൂരയാത്ര കഴിയുന്നതും ഇന്ന് ഒഴിവാക്കുക, അല്ലെങ്കിൽ ഒന്ന് കുറയ്ക്കുക. രാത്രികാലത്ത് പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്ക് നേട്ടങ്ങൾ വരാം. നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേട്ടങ്ങൾ വരുന്നൊരു ദിവസമാണ് എന്നുള്ളതുകൊണ്ട് ജോലിക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു ദിവസമാണെന്നും പ്രത്യേകിച്ചറിയാം.